ശ്രീ പി കെ ഫിറോസ് ഇക്കാര്യത്തിലൊരു വിശദീകരണം ഹിന്ദുവിൻ്റെ ഭാഗത്തു നിന്നും വരികയാണ്. PR ഏജൻസി എഴുതി നൽകിയ ഭാഗങ്ങൾ എന്നാണ് പറയുന്നത്. ആ വിശദീകരണം തൃപ്തികരമാണോ? എന്താണ് ലീഗ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്? ഒന്നാമത്തെ ചോദ്യം, കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ നടത്തുന്നത് ഇത്തരത്തിലുള്ള ഒരു ദേശീയ പത്രത്തിന് കൊടുക്കാവുന്ന ഒരു അഭിമുഖം തയ്യാറാക്കുന്നത് ഏതെങ്കിലും PR ഏജൻസിയാണോ? അങ്ങനെയാണെങ്കിൽ ആ PR ഏജൻസി ഒരു അഭിമുഖം തയ്യാറാക്കി പത്രത്തിന് കൊടുക്കുന്നതിന് മുമ്പായി മുഖ്യമന്ത്രിക്ക് വായിച്ചു കേൾപ്പിക്കുകയോ അദ്ദേഹത്തിന് അനുവാദം വാങ്ങുകയോ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ അദ്ദേഹത്തിന്റെ അനുവാദം വാങ്ങാതെ, അദ്ദേഹത്തിന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ അദ്ദേഹം പറയാത്ത ഒരു കാര്യമാണ് പത്രത്തിൽ അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചതെങ്കിൽ ഇത്രയും വലിയ രീതിയിൽ ഒരു ദേശത്തെയും വിവിധ ജനവിഭാഗങ്ങൾക്കിടയിൽ വെറുപ്പും വിദ്വേഷവും ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു അഭിമുഖം മുഖ്യമന്ത്രിയുടേതായി തെറ്റായി പ്രചരിപ്പിച്ചത് ഒരു ഖേദപ്രകടനം കൊണ്ട് അവസാനിപ്പിക്കേണ്ട ഒന്നാണോ? മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ച് ഏതെങ്കിലും നിലക്കുള്ള പരാതി നൽകുകയും ക്രിമിനൽ കേസെടുക്കാൻ അദ്ദേഹം ആവശ്യപ്പെടുകയുമോ? ഈ കാര്യങ്ങളെല്ലാം അറിയേണ്ടതുണ്ട്. ഇതൊന്നും അറിയാതെ കേവലമായ ഒരു PR ഏജൻസിയാണ് ഖേദപ്രകടനം നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒഴിയാവുന്ന ഒന്നല്ല. കാരണം ഈ വാർത്ത എത്തുന്ന ജനങ്ങൾ ഈ ഖേദപ്രകടനമോ ഈ PR ഏജൻസിയെ കുറിച്ചോ അറിയണോ? PR ഏജൻസിയുടെ ആ റോൾ സംബന്ധിച്ചൊക്കെ തീർച്ചയായും വിശദമായി പരിശോധിക്കേണ്ടതല്ലേ ശ്രീ ഫിറോസ്? തീർച്ചയായിട്ടും. എന്റെ ചോദ്യം, അങ്ങനെയാണെങ്കിൽ CPM-ഓ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോ ഈ രീതിയിൽ തെറ്റായ രീതിയിൽ മുഖ്യമന്ത്രിയുടെ പേരിൽ ഒരു പ്രചരണം നടത്തിയതിന് ഹിന്ദു പത്രത്തിനെതിരായിട്ടോ അതല്ലെങ്കിൽ ആ PR ഏജൻസിക്കെതിരായിട്ടോ കേസ് കൊടുക്കാൻ തയ്യാറാകുമോ? അങ്ങനെ കേസ് കൊടുക്കാൻ തയ്യാറാവുകയും അവർക്കെതിരെ കേസെടുക്കുകയും ചെയ്താൽ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ആത്മാർത്ഥത നമുക്ക് സംശയിക്കേണ്ടതില്ല. അതല്ല, ഏതായാലും ഒരു ഖേദപ്രകടനം നടത്തി ഇതൊരു PR ഏജൻസിയുടെ തലയിൽ കെട്ടിവെച്ച് കൈയൊഴിയാനാണ് ശ്രമമെങ്കിൽ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് ന്യായമായും സംശയിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഇക്കാര്യത്തിൽ, കാരണം ഇത് കേവലമായ ഏതെങ്കിലും ഒരു വസ്തുതാവിരുദ്ധമായ ഒരു കാര്യം പറഞ്ഞു എന്ന് പറയാവുന്ന ഒരു സംഗതിയല്ല. കാലങ്ങളോളം ഈ പത്രത്തിലെ പ്രചരണമായിരിക്കും. ഹിന്ദു പത്രത്തിൽ മലപ്പുറം ജില്ലയെക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞതായി ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട് എന്ന് കാലങ്ങളോളം മലപ്പുറം ജില്ലക്കെതിരായി ഒരു പ്രചരണം നടത്താൻ സംഘപരിവാർ കേന്ദ്രങ്ങൾക്ക് അനുകൂലമായി. അതാണ് ശ്രീ ഫിറോസ്, സമയക്കുറവുകൊണ്ടാണ് അത്. താങ്കളുടെ ആ നിലപാട്, ലീഗിന്റെ അഭിപ്രായം ഇക്കാര്യത്തിൽ വിശദമായ പരിശോധനയ്ക്ക് തയ്യാറുണ്ടോ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഉന്നയിക്കുന്നത്. അങ്ങനെ മലപ്പുറവുമായി ബന്ധപ്പെട്ട് നടത്തിയ വിവാദ പ്രസ്താവനയിന്മേലാണ് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഹിന്ദു ദിനപത്രം രംഗത്തേക്ക് വരുന്നത്.